നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7 തിങ്കളാഴ്ചയാണ്. മീനം 24. പാലക്കാട് മുണ്ടൂരിൽ ഇന്നലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. നിരന്തരം കാട്ടാനശല്യമുള്ള വന്യമൃഗശല്യമുള്ള മേഖലയാണിതെന്നും നിരന്തരം വനവകുപ്പിനോട് പരാതി പറഞ്ഞിരുന്നെന്നും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുമൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. വലിയ പ്രതിഷേധമുയരുന്നു. മുണ്ടൂരിൽ ഇന്ന് ഹർത്താലാണ്. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം പാലക്കാട്ടേക്കാണ്. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്നലെ അമ്മയെ കാട്ടാന ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാനയുടെ കുത്തേൽക്കുകയായിരുന്നു. വനവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് മുണ്ടൂരിൽ നിന്ന് CPIMന്റെ ഹർത്താലാണ്. ശ്രീകുമാരൻ മുണ്ടൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് സ്വാഭാവികവുമാണ്. ഒരു ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അലൻ്റെ അമ്മയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കാനുണ്ടോ? നാട്ടുകാരുടെ പ്രതിഷേധം, പുതിയ വിവരങ്ങൾ ശ്രീത്ത്. ടീക്കറിയത്ത് ഇക്കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ 7 വർഷത്തിനിടെ 4 മരണം എന്ന ഒരു കണക്കാണ് മുണ്ടൂർ നിവാസികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോടമാണ്. കയറാങ്കോടം ആ പ്രദേശത്തേക്ക് മറ്റു മേഖലകളിലേക്ക് എത്തിപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇന്നലെ ഈ പ്രദേശത്തൂടെ കണ്ണാടൻ ചോല എന്നാണ് ആ മേഖലയുടെ പേര്. ഈ പ്രദേശത്തുകൂടെയാണ് പോകേണ്ടത്. പക്ഷേ അവിടേക്കുള്ള യാത്ര പോലീസ് പൂർണ്ണമായി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങോട്ട് ആരും പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ആ പ്രദേശത്ത് നിരവധി വീടുകളുണ്ട്. അവിടുത്തെ പല ആളുകൾക്കും രാത്രി അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസിന്റെ ഒരു സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അപ്പുറത്തുണ്ട്. ഈ 3 ആനകളാണ് ആ പ്രദേശത്തൂടെ സാധാരണയായി വരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ കാട്ടാനകൾ കൃത്യമായ രീതിയിൽ അതിലൊരു ആന ഒറ്റപ്പെട്ട് ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. ഇന്നലെ നേരത്തെ ഈ വിജിയെ ആക്രമിക്കുന്നത് കണ്ട് കാട്ടാന കൃത്യമായ രീതിയിൽ വരികയായിരുന്നു എന്ന് പറയുന്നു. നമുക്ക് ഇവിടുത്തെ ഒരു ചേട്ടനുണ്ട്, ഈ പ്രദേശവാസിയായ ചേട്ടൻ. ആ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, കുറേയധികം വീടുകളുണ്ടോ ആ പ്രദേശത്ത്? അവരിന്റെ മല അടിവാരത്തിലെ ഒരു 5-8 വീടുകളുണ്ട്. ഈ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു മേഖല തന്നെയാണോ? എത്ര ആനകളുണ്ട് ഈ പ്രദേശത്ത്? സ്ഥിരമായിട്ട് വരുന്നുണ്ട് അല്ലേ? സ്ഥിരമായിട്ടുണ്ട്. നശിപ്പിക്കാനൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇങ്ങനെ നടന്ന് ആ പ്രദേശത്തേക്ക് വാഹനമൊക്കെ എത്തിപ്പെടുന്ന മേഖലയാണ്. വാഹനം എങ്ങനെയായിരുന്നു ഇന്നലെ വന്നിരുന്നെന്ന് നമുക്ക് പറഞ്ഞു കേട്ടത്? കടയിൽ പോയിട്ട് വീട്ടിലേക്ക് പോയി എന്നാണ് അറിയപ്പെട്ടത്. അതിനെ കുറിച്ച് വേറെ എനിക്കൊന്നും അറിയില്ല. തീർച്ചയായും കുറേയധികം വീടുകളുണ്ട്. 7 വർഷത്തിനിടെ 4 മരണം, അങ്ങനെ ഒരു കണക്കാണ് മുണ്ടൂർ ഉണ്ട്. തീർച്ചയായും ചേട്ടൻ പറഞ്ഞ 7 വർഷത്തിനിടെ 4 മരണം എന്നൊരു കണക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാട്ടാനകളുടെ ആക്രമണം ഈ വിജിയുടെയും അദ്ദേഹത്തിന്റെ ഭർത്താവ് ജോസഫിന്റെയും വിവാഹ വാർഷികമായിരുന്നു. അങ്ങനെയാണ് കൊല്ലത്തോ മറ്റോ ജോലി ചെയ്യുകയായിരുന്ന മകൻ ഇവിടേക്ക് വരുന്നത്, ഈ പ്രദേശത്തേക്ക് വരുന്നത് അതിനുവേണ്ടിയാണ്, നല്ല ആഘോഷത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണ് പുതുപ്പരിയാരത്ത് ഇത്തരത്തിൽ ഒരു സഹോദരിയുടെ വീടുണ്ട്. ആ സഹോദരിയുടെ വീട്ടിൽ പോയി ആ ആഘോഷമൊക്കെ കഴിഞ്ഞ് അമ്മയും മകനും തനിച്ച് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വിജി ആദ്യം ആക്രമിച്ചു. പിന്നാലെ വന്ന ഇദ്ദേഹത്തെ, ഈ പറയുന്ന അലൻ ജോസഫിനെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഉള്ളത് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ CPIMന്റെ ഒരു ശക്തി കേന്ദ്രമായ ഒരു മേഖലയാണ്. സ്വാഭാവികമായി അവർ വലിയ പ്രതിഷേധം ഈ ഒരു ഘട്ടത്തിൽ തന്നെ നടത്തുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. CPIMന്റെ നേതാവ് PA ഗോകുൽദാസ് ഇന്നലെ തന്നെ രാത്രിയോടുകൂടി തന്നെ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി ഇന്ന് വലിയ പ്രതിഷേധം ഈ മേഖലയിൽ നിന്ന് വനംവകുപ്പിനെതിരെ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വനംവകുപ്പിന്റെ അനാസ്ഥ നിരവധി തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടും അവർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്ന് പ്രാദേശിക ജനപ്രതിനിധികളടക്കം ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം നടക്കും. വിജിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അവർക്ക് ജീവന് ഭീഷണിയില്ലെങ്കിലും മുതുകിലും അതുപോലെ തന്നെ ചെവിക്കുമൊക്കെ പരിക്കുണ്ട്. പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് കൃത്യമായ രീതിയിൽ ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിജിയെ മാറ്റിയിട്ടുള്ളത്. ജീവന് ഭീഷണിയില്ല, പക്ഷേ കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ അവർക്കും ഏറ്റിട്ടുണ്ട്. ശ്രീതി, ഈ മേഖല അത് തുടർച്ചയായി ഈ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ്. അത് കൃഷിനാശം എന്ന നിലയിലൊക്കെയായിരുന്നു മുമ്പെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയിലേക്ക് അത് പോകുന്നു. സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവർ വിളിക്കുന്നു. അവർ വന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആനയെ കാട് കയറ്റുക എന്ന നടപടിയാണ് സ്വീകരിക്കാറ്. ഇന്നലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നു. ഇങ്ങനെ ഈ ആനകളെ തുരത്തുക എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാവുന്നുണ്ടോ? ഈ ആനകളെ കാട് കയറ്റി നാട്ടുകാരുടെ ഭീതി അകറ്റാൻ വേണ്ട എന്ത് നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ശ്രീ
ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ എ പ്രഭാകരൻ മലമ്പുഴ MLA അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, നമ്മളോട് തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മറ്റു മാർഗങ്ങളില്ല. വാളയാർ മുതൽ കല്ലടിക്കോട് മേഖല വരെ വനത്തിനുള്ളിൽ നിന്നുള്ള കാട്ടാനകൾ പൂർണ്ണമായി ഇങ്ങോട്ട് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. വേനൽ കടുത്തു നിൽക്കുകയാണ്. അവിടെ ഒന്നും തന്നെ കാടിനകത്ത് ഒന്നും തന്നെ ഭക്ഷണവും വെള്ളവും കിട്ടാത്ത സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം കാട്ടാനകൾ സ്ഥിരമായ രീതിയിൽ നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായ ഒരു കാഴ്ചയാണ്. പരാതികളാണ് ജനപ്രതിനിധികൾക്ക് മുൻപിൽ നിരവധി തവണ വന്നിട്ടുള്ളത്. അവർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നമ്മുടെ വന നിയമങ്ങളെല്ലാം കർശനമാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് അത്തരത്തിലുള്ള ഇടപെടൽ വനത്തിനുള്ളിൽ നടത്തുന്നതിലും പരിമിതി ആളുകൾക്കുമുണ്ട്, അതുപോലെ തന്നെ വനംവകുപ്പിനുമുണ്ട് എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി ഇത്തരത്തിൽ ചട്ടങ്ങളും നിയമങ്ങളും മാറ്റിയാലല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നു, അവർ വരുന്നു, പടക്കം പൊട്ടിക്കുന്നു, കാട്ടാനകൾ അകത്തേക്ക് കുറച്ചു പോകുന്നു. പക്ഷേ വനത്തിനുള്ളിലേക്ക് കാട്ടാനകളെ തുരത്താൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്ന ആക്ഷേപമാണ്. എന്തായാലും ഒരു 7:30 മണിയോടുകൂടി വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ CPIM നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. 9 മണിയോടുകൂടി BJPയുടെ മാർച്ചുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ആളുകൾ, ചേട്ടൻ അവിടെ താമസിക്കുന്ന ആളാണോ? സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു മേഖലയാണ്. ഇതിനു മുമ്പ് ആക്രമണം ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്തുണ്ടായിരുന്നല്ലോ 3-4 കൊല്ലം മുന്നേ. വനംവകുപ്പ് വരാറുണ്ടോ ഇങ്ങോട്ട്? അവര് ഓടുന്നുണ്ട്, ഫുള്ളായിട്ട് ഓടുന്നുണ്ട്, ചോദന നടത്തുന്നുണ്ട്, ഓടിക്കുന്നു. രാവുമ്പായാലും ഓടുന്നുണ്ട്, ജീപ്പും കൊണ്ട് ഓടുന്നുണ്ട്, കണ്ട പടക്കം പൊട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ, അല്ലാതെ വേറെ മാർഗമില്ല അല്ലേ? രക്ഷയില്ല. ഇതാണ് ചേട്ടൻ്റെ പേരെന്തായിരുന്നു? വീരാൻകുട്ടി. എത്ര കാലം ഈ പ്രദേശത്ത് താമസിക്കും? നമ്മള് 10-65 കൊല്ലം വെച്ചു. ഇങ്ങനെ സ്ഥിരമായ അപ്പോഴൊന്നും ഇല്ലല്ലോ, ചേർന്ന പ്രദേശം കുറച്ച് കൊല്ലങ്ങളായിട്ടല്ലേ ഉള്ളൂ. അദ്ദേഹം ഒരു 65 വയസ്സ് ഉള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന ആ സമയത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പോലീസുകാർ അങ്ങോട്ടുള്ള യാത്രയടക്കം കൃത്യമായി പറഞ്ഞ് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാണ് പോകുന്നത്. അത് തൊട്ടപ്പുറത്തെ വീട്ടുകാരനാണെങ്കിൽ അവർക്ക് പോകാം, അല്ലാതെ അങ്ങോട്ട് കണ്ണാടൻ ചോല എന്ന മേഖലയിലേക്ക് കടന്നു പോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് കൃത്യമായ രീതിയിൽ അറിയിക്കുന്നുണ്ട്. എന്തായാലും സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഒരു 3 ആനകൾ തമ്പടിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. അവർ ആനകളെ തുരത്താൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും മറ്റു തരത്തിലേക്ക് പോകുന്നില്ല. കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. 4 വർഷം മുൻപ്, നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ 4 വർഷം മുമ്പ് തൊട്ടപ്പുറത്ത് മുണ്ടൂരിലെ മേഖലയിൽ തന്നെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ പ്രതിഷേധം വനംവകുപ്പിനെതിരെ ഉയരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചേട്ടൻ പറഞ്ഞു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട്, പടക്കം പൊട്ടിക്കുന്നുണ്ട്, കാട്ടാനകൾ കുറച്ച് ദൂരം പോകും, പക്ഷേ പിന്നെയും രാത്രി തിരിച്ചു വരും, അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ തിരിച്ചു വരും. ഈ സമയങ്ങളിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ആശ്രയമായ ഒരു ചെറുപ്പക്കാരനാണ് ഇങ്ങനെ ഒരു ദാരുണാന്ത്യം ഉണ്ടാവുന്നത്. ഈ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം നികത്തുന്ന നടപടി, അല്ലെങ്കിൽ ഒരു സഹായധനം എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് ആലോചിക്കുന്നത് ശ്രീജിത്ത്? ഇന്നലെ എ പ്രഭാകരൻ MLAയും അതുപോലെ തന്നെ ഇവിടുത്തെ CPIM നേതാവ് PA ഗോകുൽദാസും ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സഹായധനം അടിയന്തരമായി തന്നെ റിലീസ് ചെയ്യണം. അത് ആ കുടുംബത്തിന്, അലൻ ജോസഫിന്റെ കുടുംബത്തിന് സഹായധനം അടിയന്തരമായി തന്നെ നൽകണം. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഈ പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ അടിയന്തരമായി ധനസഹായം വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരത്തിൽ കുടുംബങ്ങൾ അത്ര വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളൊന്നുമല്ല. ഈ അമ്മയുടെ ചികിത്സയ്ക്ക് എന്തായാലും കാര്യമായ രീതിയിലുള്ള ചിലവ് വരും. പ്ലാസ്റ്റിക് സർജറി അടക്കം ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പല ചെവിയുടെ ഭാഗത്ത് വലിയ തോതിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഇതിനും ഈ ചികിത്സാ ചെലവും വഹിക്കണം വനംവകുപ്പ് എന്ന ഒരാവശ്യമാണ് ഉന്നയിക്കുന്നത്. അതിൽ ചട്ടങ്ങളോ നിയമങ്ങളോ ഒന്നും തന്നെ നോക്കാതെ അടിയന്തരമായി തന്നെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം. ഇന്ന് ഉച്ചവരെയാണ് CPIM ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെയും BJPയുടെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അടിയന്തരമായ ധനസഹായ വിതരണം നടത്താൻ ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ DFO അടക്കമുള്ള ആളുകളോടുമൊക്കെ സർക്കാരുമായി ബന്ധപ്പെടാൻ, സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ ഇതിനകം തന്നെ ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം എന്ന തരത്തിലേക്ക് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം നടക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം ഒരു 9 മണിയോട് അല്ലെങ്കിൽ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ജില്ലാ ആശുപത്രിയിൽ നടക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ, വലിയ പ്രതിഷേധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന
കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും വളരെ സങ്കടകരമായ വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്ത് ഒരു 8 മണിയോടുകൂടി നമ്മളെല്ലാം ബ്രേക്ക് ചെയ്തത്. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകുന്നത് മുണ്ടൂരിൽ നിന്ന്. വളരെ വേദനാജനകമായ വാർത്തയാണ്. ഒരു ചെറുപ്പക്കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുന്നത്. മരിച്ച അലൻ ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ 10 മണിയോടുകൂടി ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കും. അമ്മയെ കാട്ടാന ആക്രമിക്കുന്നത് കണ്ടത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാട്ടാനയുടെ കുത്തേൽക്കുന്നത്. വനംവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ചുകൊണ്ട് മുണ്ടൂരിൽ നിന്ന് CPIM ഉച്ചവരെ ഹർത്താൽ തീരുമാനിച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലെത്തി. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഭേദഗതി നിയമത്തിന് പിന്നിലെ ഉദ്ദേശം രാഷ്ട്രീയമാണെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നേരത്തെ കോൺഗ്രസ് MPയും പിന്നാലെ സമസ്തയും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സംയുക്ത പ്രതിഷേധത്തിന് ഇന്ത്യ മുന്നണിയും നീക്കം നടത്തുന്നുണ്ട്. മുനമ്പം വിഷയത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ തുടരാൻ അനുവദിക്കണമെന്ന സർക്കാർ അപ്പീലിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്ന്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. പൊതുതാൽപര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയം എന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്നും സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. YS അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഇന്ന് ഒരു നിർണായക ദിനമാണ്. എന്താണ് വിശദാംശങ്ങൾ? റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള മുനമ്പം നിവാസികളുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു സർക്കാർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷനെ രൂപപ്പെടുത്തിയത്. എന്നാൽ ഇത് ഈ CN രാമചന്ദ്രൻ കമ്മീഷന്റെ പ്രവർത്തനം അസാധുവാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീലുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായത്. ക്രമസമാധാന പ്രശ്നം ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുനമ്പം നിവാസികളുടെ പ്രശ്നം പഠിക്കുന്നത് മാത്രമാണ് CN രാമചന്ദ്രൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതിന്മേലായിരുന്നു ഇടക്കാല ഉത്തരവായിരിക്കും ഇന്ന് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിക്കുക. ജസ്റ്റിസ് നിതിൻ ജാംദാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ പ്രത്യേക ഒരു ബെഞ്ച് സിറ്റിംഗ് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് അത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തേക്ക് വരിക. ഇതിനകത്ത് പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായും അവകാശം വഖഫ് ട്രൈബ്യൂണലിന് മാത്രമാണ്. സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രത്യേകം ഒരു കമ്മീഷൻ രൂപീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് ക്രമസമാധാന പ്രശ്നം മാത്രം മുൻനിർത്തിക്കൊണ്ട് നിയോഗിച്ച കമ്മീഷൻ എന്നാണ് ഈ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിനമാണ്. ഇന്ന് മുനമ്പം സമരസമിതിയും ഒപ്പം തന്നെ ഈ വഖഫ് സംരക്ഷണ സമിതിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. വഖഫ് ട്രൈബ്യൂണലിലേക്ക് ഈ വിഷയം മുന്നോട്ട് പോകുമോ, അതുപോലെ CN രാമചന്ദ്രൻ കമ്മീഷൻ ഇനി തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇന്നായിരിക്കും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തത വരിക. റീജിത്ത്, ശരി, കമ്മീഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഇന്നൊരു തീരുമാനം അറിയാം. അത്തരത്തിൽ ഇന്നത്തെ ദിനം ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വഖഫ് ബോർഡ് നടപടി ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ അപേക്ഷയിൽ വിധി ഇന്ന്. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലാണ് കേസ് പരിഗണിക്കുക. നിലവിലെ ഹർജിയിൽ കക്ഷി ചേരാതെ പ്രത്യേക ഹർജി നൽകണം എന്നാണ് മറുഭാഗത്തിന്റെ വാദം. ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, വഖഫ് ബോർഡ്, ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ കുടുംബം എന്നിവരാണ് മറുവാദം ഉന്നയിച്ചത്. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ CMRL നൽകിയ രണ്ടാമത്തെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. SFIയോട് തുടർ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിനീത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിവരങ്ങൾ വിനീത. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ CMRL നൽകിയ രണ്ടാമത്തെ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക. SFIയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി ഈ ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യത്തിലാണ് ഹർജി ഇന്ന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ കേസിൽ SFIO അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ആദ്യ ഹർജിയും ഇപ്പോൾ നിലവിൽ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ആയിരങ്ങൾ അണിനിരന്ന പ്രകടനത്തോടെയും പൊതുസമ്മേളനത്തോടെയുമാണ് മധുരയിൽ നടന്ന CPIM 24-ാം പാർട്ടി കോൺഗ്രസ് സമാപിച്ചത്. ലോകത്താകെ ഇടതുപക്ഷത്തിന് പ്രസക്തി നഷ്ടമായെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. തമിഴ്നാട്ടിലെയും മധുരയിലെയും CPIഎമ്മിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു പാർട്ടി കോൺഗ്രസിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പ്രകടനവും പൊതുസമ്മേളനവും. പാർട്ടി അധികാരത്തിലെത്തുമെന്ന വിദൂര പ്രതീക്ഷ പോലുമില്ലെങ്കിലും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണെത്തിയത്. കേരളത്തിൽ നിന്നും നൂറുകണക്കിന് ആളുകളെത്തി. ലോകത്തെയും രാജ്യത്തെയും ഇടതുപക്ഷത്തിന്റെ ഭാവിയിൽ ആശങ്ക വേണ്ടെന്ന ജനറൽ സെക്രട്ടറി സ്ഥാനമേറ്റെടുത്ത MA ബേബി പറഞ്ഞു. We are sure that if we are unitedly moving forward to implement the decisions of the 24th Party Congress throughout the country, CPIM and the left forces would be able to emerge as a force to reckon with. മുഖ്യമന്ത്രി പിണറായി വിജയനും സമ്മേളനത്തിൽ സംസാരിച്ചു. ദേശീയ അന്തർദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരാമർശിച്ച സുദീർഘമായ പ്രസംഗത്തിൽ കേരളത്തിന്റെ നേട്ടങ്ങളും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. In the dark Indian social and political scenario, the LDF government in Kerala stands apart as a silver lining. We are identifying those under extreme poverty and bringing them out of it. We are protecting the public sector. We are renewing public education. We are strengthening public health. We are ensuring that nobody is landless or homeless. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്ക് മുൻനിർത്തി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചാണ് പാർട്ടി കോൺഗ്രസിന് കൊടിയിറങ്ങിയത്. 24 മധുര. CPIM 24ാം പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ വലിയ ജനകീയ ഇടപെടൽ അനിവാര്യമാണ്. പാർട്ടിക്കകത്ത് തെറ്റിതിരുത്തൽ പ്രക്രിയ നടപ്പാക്കുമ്പോൾ പാർട്ടിക്ക് പുറത്ത് ബഹുജന അടിത്തറ വീണ്ടെടുക്കാനും വിപുലമാക്കാനുമാണ് ആഹ്വാനം. 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിച്ചപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ CPIഎമ്മിന്റെ സ്ഥാനം, BJP സർക്കാരിനെ താഴെയിറക്കാനുള്ള മാർഗങ്ങൾ, തെറ്റുതിരുത്തൽ പ്രക്രിയ വീണ്ടും എങ്ങനെ നടപ്പാക്കും എന്നിങ്ങനെ നീളുന്നു ചോദ്യങ്ങൾ. പാർട്ടി സ്വന്തം നിലയിൽ ശക്തിയാർജിക്കാനാണ് തീരുമാനം. ഇന്ത്യ മുന്നണി വലിയ തോതിൽ ഫലം കാണാത്ത സാഹചര്യത്തിൽ പാർട്ടി സ്വന്തമായി ജനകീയ ശക്തി നേടണം. അതത് സംസ്ഥാനങ്ങളിലെ സാഹചര്യമനുസരിച്ച് തീരുമാനങ്ങളെടുക്കണം. ഇവിടെയാണ് മലയാളിയായ പുതിയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് മുന്നിലെ പ്രശ്നങ്ങൾ. കേരളത്തിൽ കോൺഗ്രസിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ തന്നെ ഡൽഹിയിൽ കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നതാണ് പ്രധാനം. സമാധാനപരമായി കാര്യങ്ങൾ നേരിടുന്ന MA ബേബിക്ക് പാർട്ടി സംഘടന ശക്തമാക്കലും തെറ്റിതിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കലുമാണ് ആദ്യ നടപടി. കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ അർത്ഥത്തിൽ വളരെ പ്രധാനമാണ്. മധുരയിൽ നിന്ന് ദീപക് ധർമ്മടം, 24. താൻ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിട്ടില്ല എന്ന് CPIഎമ്മിന്റെ മുതിർന്ന നേതാവ് പ്രകാശ് കാരാട്ട് 24നോട്. ഔപചാരികമായി സംഘടനാ ഉത്തരവാദിത്വങ്ങൾ ഒഴിയുക മാത്രമാണ് ചെയ്തത്. പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടരുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. Well, I have not said goodbye. I only said I will not have any formal organizational responsibility, but I'll continue to work for the party. Whatever work is given to me, I'll do it. CPIM ഭരണഘടന കർശനമായി പാലിക്കുന്ന പാർട്ടിയാണെന്ന് CPIഎമ്മിന്റെ മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട് 24നോട് പറഞ്ഞു. PBക്ക് മുമ്പും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. PBക്ക് ശേഷവും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രവർത്തനം പാർട്ടിക്കും ചെങ്കൊടിക്കും വേണ്ടി മാത്രമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. This is a CPIM. We strictly follow our constitution. We work before we were in the PB and we'll work after we are in the PB. For us, the work is for the party, for the red flag and for our cause. പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി കർശനമായി പാലിച്ചത് നല്ല തീരുമാനമെന്ന് സുഭാഷിണി അലി 24നോട്. പാർട്ടിയിലെ നവീകരണം വേണം, പുതിയ നേതൃത്വം രൂപപ്പെടേണ്ടതുണ്ടെന്നും സുഭാഷിണി അലി പറഞ്ഞു. Very, very good decision that was taken and we have all kept to it because we want a renewal in the party, a new party to come and a new leadership to develop. And I think that will happen. It's wonderful. രാജ്യവും ത്രിപുരയും കടന്നു പോകുന്നത് കടുത്ത സാഹചര്യങ്ങളിലൂടെയെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം ജിതേന്ദ്ര ചൗധരി 24നോട്. കേന്ദ്ര സർക്കാർ ത്രിപുരയെ ഹിന്ദു രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കി മാറ്റുന്നു. BJPയെ തോൽപ്പിക്കാനാകുമെന്ന് ആത്മവിശ്വാസമുണ്ട്. തിപ്രാമോദയുടെ വൈകാരിക ഇടപെടൽ കൊണ്ട് മാത്രമാണ് ത്രിപുരയിൽ BJPക്ക് സർക്കാർ ഉണ്ടാക്കാനായതെന്നും ജിതേന്ദ്ര ചൗധരി പറഞ്ഞു. It is a crucial period the nation is passing through. And Tripura, though a small state, the ruling dispensation at the center, they are using the Tripura as a laboratory. How the dream that the Hindu Rashtra that could function, how that will be designed, and that is being now tested in Tripura. 2023 Assembly election, BJP was virtually defeated.
but because of another force, the Tripura Motha, because of their emotional game and emotionally they hijacked a section of the youth. That's why BJP somehow built out. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിലുള്ള ചർച്ച ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. ഫോണിലൂടെ വിളിച്ചാണ് സമരനേതാക്കൾ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് സമയമെടുത്തത്. ഫോണിൽ പോലും തന്നെ സമരക്കാർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സമരക്കാരുടെ നീക്കം. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി 3 തവണ സമരക്കാർ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. തൊഴിൽ മന്ത്രിയുമായി ആദ്യമായിട്ടാണ് ചർച്ച നടക്കാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല രാപകൽ സമരം ഇന്ന് 57ാം ദിവസത്തിലാണ്. നിരാഹാര സമരം 19ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 6ാം ദിവസത്തിലേക്ക്. സമരം ഒരാഴ്ചയോടടുക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്കുള്ള ശ്രമം പോലും ഉണ്ടായിട്ടില്ല. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മടങ്ങിയെത്തിയതിന് പിന്നാലെ ചർച്ചയ്ക്ക് അവസരമൊരുക്കും എന്നാണ് സമരക്കാരുടെ പ്രതീക്ഷ. ചർച്ചയ്ക്ക് വിളിക്കും വരെയും നിരാഹാര സമരത്തിനൊപ്പം വ്യത്യസ്തമായ സമരരീതികൾ കൂടി നടപ്പാക്കാനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. ചൈന പ്രദർശന സമരവും കല്ലുപ്പിന് മുകളിൽ മുട്ടുകുത്തി നിന്നുള്ള സമരവും ഇവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നു. വനിതാ സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ മാസം 19 അവസാനിക്കും. കാലാവധി നീട്ടുക, നിയമനം വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് 8ാം പ്രതി നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിലെ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാനാകുമെന്ന് കഴിഞ്ഞ തവണ കോടതി ചോദിച്ചിരുന്നു. കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണം എന്ന ആവശ്യം ഉയർത്തുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ വാദം അവസാനിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. CBI അന്വേഷണം എന്ന ആവശ്യം കഴിഞ്ഞ 6 വർഷമായി ഹർജിക്കാരൻ താൽപ്പര്യത്തോടെ ഉന്നയിച്ചില്ല എന്നും സർക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് CBI അന്വേഷണം അനിവാര്യം എന്നാണ് ദിലീപിന്റെ വാദം. ആവശ്യം തള്ളിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയുള്ള അപ്പീലിൽ ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, P. കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് അന്തിമവാദം കേൾക്കും. മലപ്പുറം ചട്ടിപ്പറമ്പിൽ അക്യൂപങ്ക്ചർ ചികിത്സയിലൂടെ യുവതി മരിച്ച സംഭവത്തിൽ യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കേസ് മലപ്പുറം പോലീസിന് കൈമാറും. ശനിയാഴ്ച രാത്രിയാണ് പെരുമ്പാവൂർ സ്വദേശി അസ്മ ചികിത്സ കിട്ടാതെ മരിച്ചത്. മരിച്ച വിവരം ആരെയും അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലെത്തിക്കുകയായിരുന്നു. യുവതിയുടെ വീട്ടുകാർക്ക് സംശയം തോന്നിയതോടെയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. യുവതി പ്രസവിച്ച കുഞ്ഞ് പെരുമ്പാവൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങളുമായി മുസ്ലിം ലീഗ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃസംഗമം ചുങ്കത്തറയിൽ നടന്നു. ഈ മാസം 13-ന് വിപുലമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുമെന്ന് അബ്ദുൽ ഹമീദ് MLA 24-നോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും മുൻപേ മുസ്ലിം ലീഗ് നേതൃസംഗമങ്ങളിലേക്ക് കടന്നു. മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും നിയോജക മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചാണ് നേതൃസംഗമം നടത്തിയത്. ഉള്ളുണർത്തൽ എന്നായിരുന്നു പേര്. ഈ മാസം 13-ന് നിലമ്പൂരിൽ മെഗാ കൺവെൻഷൻ നടത്തും. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി എല്ലാ പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുൻപന്തിയിലും പിൻപന്തിയിലും ഒക്കെ മുസ്ലിം ലീഗ് ഉണ്ട്. വോട്ടർമാരെ ചേർക്കുക എന്നുള്ള കടമ്പ ഏകദേശം പൂർത്തീകരിച്ച് ഇനിയിപ്പോൾ ഏപ്രിൽ 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയാക്കുന്ന ആൾക്കാർ കൂടി ചേർക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിന്റെ പ്രവർത്തനം ഒന്ന് ഊർജിതമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെ ചേർക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ്. കോൺഗ്രസിന്റെ നേതൃയോഗം ഇന്ന് നടക്കും. മണ്ഡലത്തിന്റെ ചുമതലയുള്ള രാഷ്ട്രീയ സമിതി അംഗം AP അനിൽകുമാർ MLA-യുടെ അധ്യക്ഷതയിലാണ് യോഗം. 6 മാസങ്ങൾക്ക് മുൻപ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് നിലമ്പൂർ. അന്ന് 65,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നിലമ്പൂരിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് നേടാനായി. ആ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി ഘടകങ്ങളെ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് UDF കടക്കുന്നത്. 24 മലപ്പുറം. കോഴിക്കോട് NIT പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായി ഡോക്ടർ ഷൈജ ആണ്ടവൻ ഇന്ന് ചുമതലയേൽക്കും. ഗോഡ്സെയെ പ്രകീർത്തിച്ച് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട് ഷൈജ ആണ്ടവൻ വിവാദത്തിലായിരുന്നു. ഷൈജ ആണ്ടവൻ ചുമതലയേൽക്കാനെത്തിയാൽ തടയുമെന്ന് കോൺഗ്രസും വിദ്യാർത്ഥി സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. സീനിയോറിറ്റി മറികടന്നാണ് ഷൈജ ആണ്ടവനെ ഡീനാക്കിയത് എന്നാണ് ആക്ഷേപം. ഡീനായി സ്ഥാനക്കയറ്റം നൽകിയ NITയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം MK രാഘവൻ MP ഉപവാസം നടത്തിയിരുന്നു. ഇനി കായിക വിശേഷങ്ങളിലേക്കാണ്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തകർത്തു.
153 റൺസ് വിജയലക്ഷ്യം 16.4 ഓവറിൽ ഗുജറാത്ത് മറികടന്നു. നായകൻ ശുഭ്മാൻ ഗിൽ പുറത്താകാതെ 61 റൺസ് എടുത്തു. 49 റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറും 35 റൺസ് എടുത്ത ഋതുഫോർഡും ഗുജറാത്തിന്റെ വിജയത്തിൽ നിർണായകമായി. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 152 റൺസ് എടുത്തത്. 17 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജാണ് ഹൈദരാബാദിനെ എറിഞ്ഞിട്ടത്. മൂന്നാം ജയത്തോടെ ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ തുടർച്ചയായ 4ാം തോൽവി നേരിട്ട ഹൈദരാബാദ് അവസാന സ്ഥാനത്ത് തുടരുകയാണ്. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗ്ലാമർ പോരാട്ടം. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിജയവഴിയിൽ തിരിച്ചെത്തുകയാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. RCBക്ക് 3 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ ജയിക്കാനായപ്പോൾ മുംബൈ 4-ൽ 3 മത്സരങ്ങളും തോറ്റു. പരിക്ക് കാരണം കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന രോഹിത് ശർമ്മ ഇന്ന് മുംബൈ ഇന്ത്യൻസ് നിരയിൽ തിരിച്ചെത്തും. 50 രാജ്യങ്ങൾ താരിഫ് ചർച്ചകൾക്കായി വൈറ്റ് ഹൌസിനെ സമീപിച്ചെന്ന് അമേരിക്ക. അമേരിക്കയുമായി വ്യാപാര യുദ്ധത്തിനില്ല എന്ന് ഇന്ത്യ. അമേരിക്കയുമായുള്ള താരിഫ് ചർച്ചകൾ ശരിയായ ദിശയിലാണ് എന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ. ആഗോളതലത്തിൽ ചർച്ചയായി കഴിഞ്ഞ ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കത്തെ പ്രതിരോധിച്ച് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ എത്തിയിരിക്കുകയാണ്. 50-ലധികം രാജ്യങ്ങൾ ചർച്ചകൾക്കും വിലപേശലിനുമായി ഇതിനോടകം വൈറ്റ് ഹൌസിനെ സമീപിച്ചു കഴിഞ്ഞുവെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഇന്ന് പറയുകയുണ്ടായി. Market reaction. Look, we get these short-term market reactions from time to time. The market consistently underestimates Donald Trump. എന്നാൽ ഈ രാജ്യങ്ങളുടെ പേരുകൾ പുറത്തുവിടുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. താരിഫിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുവാനുള്ള സാധ്യതയെ ബെസൻ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. Doesn't have to be a recession. Who knows how the market is going to react in a day, in a week. What we are looking at is building the long-term economic fundamentals for prosperity. അമേരിക്കയിലെത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന ചുങ്കമായ 10% US കസ്റ്റംസ് ശനിയാഴ്ച മുതൽ ചുമത്തി തുടങ്ങി. ഇന്ത്യക്കെതിരെ ചുമത്തിയ 26% താരിഫിന് പകരം ചുങ്കം ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. India, very, very tough, very, very tough. They're not treating us right. They charge us 52%. You have to understand, we charge them almost nothing. അമേരിക്കയുമായി ഇത് സംബന്ധിച്ച് വ്യാപാര ചർച്ചകൾ ആരംഭിച്ചതായും കാര്യങ്ങൾ ശരിയായ ദിശയിൽ പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തായ്വാൻ ആകട്ടെ 0 താരിഫുകൾ എന്നൊരു ഓഫർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുവാനും കൂടുതൽ തായ്വാൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപം ചെയ്യുവാനും തയ്യാറാണെന്ന് തായ്വാൻ പ്രസിഡന്റ് ലൈ ചിങ് ടെ പറയുകയുണ്ടായി. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരിക്കര, 24. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.